തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെ നേരിട്ട് മലബാറുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ മാർച്ച് 1 മുതൽ യാത്ര ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഏറെക്കാലമായി നിലവിലുള്ള ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മംഗളൂരു സെൻട്രൽ രാമേശ്വരം ട്രെയിൻ പളനിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ധാരാളം മലയാളികൾ യാത്ര ചെയ്യാറുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുള്ള സമയത്താണ് ഈ ട്രെയിനുകൾ ഓടുന്നത്. ഈ ട്രെയിനിനെ കൂടാതെ മറ്റു 3 ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തേക്കും. ഇവ 3ഉം അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ്. താമ്പരം മംഗലാപുരം ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ്, കോയമ്പത്തൂർ ധൻബാദ് അമൃത് ഭാരത് എക്സ്പ്രസ്, നാഗർകോവിൽ ചർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് എന്നിവയാണത്. 16621, 16622 എന്നീ നമ്പറുകളിലാണ് ട്രെയിനുകൾ ഇരുവശത്തേക്കും ഓടുക. ട്രെയിൻ നമ്പർ 16622 മംഗലാപുരം സെൻട്രൽ മുതൽ രാമേശ്വരം വരെ ശനിയാഴ്ചകളിൽ വൈകുന്നേരം 7:30 മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടും. ഞായറാഴ്ചകളിൽ രാവിലെ 10:50 രാമേശ്വരത്ത് എത്തും. ട്രെയിൻ നമ്പർ 16621 രാമേശ്വരം മുതൽ മംഗളൂരു സെൻട്രൽ വരെ ഞായറാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 3:30 രാമേശ്വരത്ത് നിന്ന് പുറപ്പെടും. തിങ്കളാഴ്ചകളിൽ രാവിലെ 6:55 മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. മധുരയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുക. മംഗളൂരുവിനെയും പളനിയെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുള്ള ട്രെയിനിനു വേണ്ടിയുള്ള ആവശ്യമുയർന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. 2024 ഇത് സംബന്ധിച്ച പ്രഖ്യാപനം റെയിൽവേ നടത്തുകയും ചെയ്തു. രാമേശ്വരത്തേക്കുള്ള റെയിൽ ഗതാഗതത്തിന്റെ പ്രധാന അടിസ്ഥാനമായ പാമ്പൻ പാലം പുനർനിർമ്മാണം പൂർത്തിയാകാത്തതായിരുന്നു സർവീസ് വൈകാൻ കാരണമായത്. ഇപ്പോൾ പാലത്തിന്റെ പണി പൂർത്തിയായതോടെ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കടൽ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള അപൂർവ അനുഭവവും ഇതിലൂടെ യാത്രക്കാർക്ക് ലഭിക്കും. പുതിയ ട്രെയിൻ സർവീസ് തീർത്ഥാടന സൗകര്യം മാത്രമല്ല, മംഗളൂരു, പളനി, രാമേശ്വരം മേഖലകളിലെ വ്യാപാര വിനോദസഞ്ചാര മേഖലകൾക്കും ഉണർവ് നൽകും. ഹോട്ടൽ, ടൂറിസം, പ്രാദേശിക ഗതാഗത മേഖലകളിൽ തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ദക്ഷിണേന്ത്യൻ തീർത്ഥാടന മാപ്പിൽ ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായി ഈ സർവീസ് മാറുമെന്ന് യാത്രക്കാരും റെയിൽവേ അധികൃതരും പ്രതീക്ഷിക്കുന്നു. അതേസമയം മലയാളികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്നത്. യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 6 പ്രധാന സ്പെഷ്യൽ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തി റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഈ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തുമെന്നത് ജോർജ് കുര്യൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. സീസൺ തിരക്കുകൾക്കായി ഓടിക്കൊണ്ടിരുന്ന ഈ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തിയത് സ്ഥിരം യാത്രക്കാർക്കും തീർത്ഥാടകർക്കും വലിയ ആശ്വാസമാകും. പുതിയ നമ്പറുകളിലേക്ക് മാറുന്നതോടെ ഈ ട്രെയിനുകളുടെ സമയക്രമത്തിലും ബുക്കിംഗ് സൗകര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരും. വിശാഖപട്ടണം സ്പെഷ്യൽ ഇനി മുതൽ വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ് ആയി സർവീസ് നടത്തും. പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ ഇനി മുതൽ പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് ആയി മാറും. കണ്ണൂർ കോഴിക്കോട് സ്പെഷ്യൽ ഇനി മുതൽ കണ്ണൂർ കോഴിക്കോട് എക്സ്പ്രസ് ആയി സർവീസ് തുടരും. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ഇനി മുതൽ തിരുവനന്തപുരം നോർത്ത് മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ് ആയിരിക്കും. കൊല്ലം എറണാകുളം മെമു സ്പെഷ്യൽ സർവീസ് ഇനി മുതൽ എറണാകുളം കൊല്ലം മെമുവായി സ്ഥിരപ്പെടുത്തി. എറണാകുളം വേളാങ്കണ്ണി എറണാകുളം സ്പെഷ്യൽ ഇനി മുതൽ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആയി സർവീസ് നടത്തും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.